വീണ്ടും ക്രിക്കറ്റ് പ്രേമികളെ ഞെട്ടിച്ചിരിക്കുകയാണ് വൈഭവ് സൂര്യവംശി. ഈസ്റ്റ് സോണും നോർത്ത് സോണും തമ്മിൽ നടക്കുന്ന ഫസ്റ്റ് ക്ലാസ് മത്സരത്തിലെ ഫസ്റ്റ് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലാണ് കേട്ടോ വൈഭവ് സൂര്യവംശി ബോൾ കൊണ്ട് തിളങ്ങിയിരിക്കുന്നത്. ഈസ്റ്റ് സോണിന് വേണ്ടിയിട്ടാണ് വൈഭവ് സൂര്യവംശി കളിക്കുന്നത്. കളിയിൽ ഫസ്റ്റ് ബാറ്റിംഗ് ആരംഭിച്ച ഈസ്റ്റ് സോണിനായിട്ട് ബാറ്റിംഗ് ഇറങ്ങിയത് വൈഭവ് സൂര്യവംശിയും അഭിമന്യു ഈശ്വറും കൂടിയിട്ടായിരുന്നു കേട്ടോ. എന്നാൽ വൈഭവ് സൂര്യവംശി ബാറ്റിങ്ങിൽ കാര്യമായിട്ട് ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റിയില്ല. 4 അടിച്ചതിന് ശേഷം വെറും 8 റൺസ് എടുത്തിട്ട് അദ്ദേഹം ഔട്ടാവുകയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എന്നാൽ ബോളിങ്ങിലേക്ക് വരുന്ന സമയത്തായിരുന്നു കേട്ടോ വൈഭവ് സൂര്യവംശിൻ്റെ മികവ് അവിടെ കാണിക്കുകയുണ്ടായിരുന്നത്. ഫസ്റ്റ് ഇന്നിങ്സിൽ വൈഭവ് സൂര്യവംശിയുടെ ടീമായ ഈസ്റ്റ് സോണ് ഗുരാമി 146 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷഹബാസ് അഹമ്മദ് 167 റൺസും കുശാഗ്ര 55 റൺസും എടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ മികവിൽ 467 റൺസിനായിരുന്നു കേട്ടോ അവർ ഫസ്റ്റ് ഇന്നിങ്സ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ സെക്കൻഡ് ഇന്നിങ്സിനായിട്ട് ഇറങ്ങിയ നോർത്ത് സോണിന് ഫസ്റ്റ് ഇന്നിങ്സ് തന്നെ 111 ഓൾ ഔട്ട് ആകുകയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ഇന്നിങ്സിൽ 146 റൺസിന് ഓൾ ഔട്ട് ആയതോടു കൂടിയിട്ട് ഈസ്റ്റ് സോണ് 210 റൺസിൻ്റെ കൂറ്റൻ വിജയമായിരുന്നു കേട്ടോ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ സെക്കൻഡ് ഇന്നിങ്സിൽ ഈസ്റ്റ് സോണിനായിട്ട് 3 ഓവറായിരുന്നു കേട്ടോ വൈഭവ് സൂര്യവംശി ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ അദ്ദേഹം എറിഞ്ഞ രണ്ടാമത്തെ ഓവറിൽ തന്നെ 2 വിക്കറ്റുകളായിരുന്നു കേട്ടോ വൈഭവ് സൂര്യവംശി പിഴുതെറിഞ്ഞത്. അത് നിർണായകമായിട്ടുള്ള വിക്കറ്റ് കൂടി ആയതോടു കൂടിയിട്ട് ഈ വിജയത്തിൽ ബാറ്റ് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ബോൾ കൊണ്ട് ഞാൻ ചെയ്യുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കേട്ടോ വൈഭവ് സൂര്യവംശി. എന്ത് തന്നെയാണെങ്കിലും ആ 2 വിക്കറ്റ് എടുത്തതോടുകൂടിയിട്ട് ആരാധകരുടെ ശ്രദ്ധ കൂടുതൽ പിടിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ വൈഭവ് സൂര്യവംശി. അതുമാത്രമല്ല സാധാരണ നോർത്ത് ഈസ്റ്റ് സോൺ മത്സരങ്ങളൊന്നും അങ്ങനെ ടെലിവിഷൻ സംപ്രേഷണം ചെയ്യാത്ത സാഹചര്യത്തിൽ ഈ വൈഭവ് സൂര്യവംശി കളിക്കുന്നു എന്നൊരു സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമായിരുന്നു കേട്ടോ ഇപ്പോൾ ടെലികാസ്റ്റ് പല ചാനലുകളും എടുത്തിട്ടുണ്ടായിരുന്നത്.